കൊടും തണുപ്പിന് പേരുകേട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ രൂപം മാറിയിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളുകയാണ് യൂറോപ്പ്. 1500ഓളം പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. യൂറോപ്പിനെ മരണമുഖത്ത് നിർത്തുന്ന ഉഷ്ണതരംഗത്തെ നിശബ്ദ കൊലയാളി എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചിരിക്കുന്നത്. വേനലിൽ നോർത്ത് ഇന്ത്യയിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടുയരുന്നത് നമുക്ക് അറിവുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് ഭീതിതമായ അവസ്ഥ 43 ഡിഗ്രി സെൽഷ്യസിൽ വരെ ചൂടെത്തുമ്പോൾ യൂറോപ്പിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം കൂടി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. താപനില 43 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ഉയർന്നതോടെ ജനജീവിതം യൂറോപ്പിൽ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ്. ഒരാഴ്ചയായി തുടരുന്ന കൊടും ചൂടിൽ യൂറോപ്പിലാകെ 1500-ലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1300 മരണവും ഫ്രാൻസിൽ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ഫ്രാൻസിനൊപ്പം ജർമ്മനി, ബ്രിട്ടൻ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളെയാണ് ഉഷ്ണതരംഗം അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ കാട്ടുതീ ഭീഷണിയിലുമാണ്. യൂറോപ്പിലാകെ മരണം 1500 കടന്നിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആശങ്ക. ചൂട് അസഹ്യമായതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരിച്ചവരും കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം തേടി നദികളിലും തടാകങ്ങളിലും മറ്റുമൊക്കെ നീന്താനിറങ്ങി അപകടത്തിൽപ്പെട്ടവരുമൊക്കെ ഇതിൽ പെടുന്നുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതോടെ ഫ്രാൻസിൽ സ്കൂളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കണ്ണീർവാതക പ്രയോഗമൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചൂട് അസഹ്യമായതിനെ തുടർന്ന് ജനങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം എത്തിച്ച് അവരുടെ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത്രയും അസഹ്യമായ ചൂടാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിശബ്ദ കൊലയാളി എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത്. ഫ്രാൻസിൽ ജൂൺ 21 ശേഷം മാത്രം 1300-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗവും 65 വയസ്സിന് മുകളിൽ പ്രായമായവരാണ്. സ്വകാര്യ വീടുകളിലും കെയർ ഹോമുകളിലും കഴിയുന്ന പ്രായമായവരാണ് ചൂടിൻ്റെ പ്രധാന ഇരകൾ. വീടുകളിൽ വെച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ മാത്രം 40% വർധനവുണ്ടായിട്ടുണ്ട്. ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കെടുതികളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്നത് എന്നതുകൂടി നോക്കാം. ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ ദുരിതവും ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. കടുത്ത ചൂട് മനുഷ്യരെ മാത്രമല്ല, യൂറോപ്പിൻ്റെ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളെയും റോഡുകളെയും റെയിൽവേ സംവിധാനത്തെയും ബാധിച്ചിരിക്കുന്നു. ജർമ്മനിയിലെ പ്രശസ്തമായ ഓട്ടോബാൻ ഹൈവേയിലെ കോൺക്രീറ്റ് പാളികൾ പോലും ചൂടിൽ വിണ്ട് കീറിയതിനെ തുടർന്ന് റോഡുകൾ അടച്ചിടേണ്ടി വന്നിരിക്കുകയാണ്. റോഡുകളിലെ ടാർ ഉരുകി ഒലിക്കുന്ന അവസ്ഥയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ കാണുന്നത്. ട്രാം ട്രാക്കുകൾ വളയുകയും ട്രെയിൻ സർവീസുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ട്രെയിൻ സർവീസുകൾ വ്യാപകമായി റദ്ദാക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. ജർമ്മനിയിലെ പ്രശസ്തമായ ഓട്ടോബാൻ ഹൈവേയിലെ കോൺക്രീറ്റ് പാളികൾ ചൂടിൽ വിണ്ട് കീറി.
തുടർന്ന് റോഡുകൾ അടച്ചിടേണ്ടുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. റെയിൽവേ ട്രാക്കുകൾ വളയുകയും ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ട്രെയിൻ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ. ചൂട് കൂടിയതോടെ ആശുപത്രികൾ രോഗികളാൽ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പാരീസിലെ എമർജൻസി വിഭാഗങ്ങളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഇത്രയധികം ചൂട് ഈ സമയം അനുഭവപ്പെടുന്നതിന് കാരണം? ഹീറ്റ് ഡോം, ഒമേഗ ബ്ലോക്ക് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളാണ് ഇവിടുത്തെ ഈ ഉഷ്ണതരംഗത്തിന് കാരണം എന്നതാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. ചൂടുള്ള വായുവിനെ പുറത്തേക്ക് പോകാനാകാത്ത വിധം അന്തരീക്ഷത്തിൽ തങ്ങി നിർത്തുന്നതാണ് ഈ അവസ്ഥ. ഇത് വായു ഉയരുന്നതും തണുക്കുന്നതും തടയുകയും മേഘരൂപീകരണത്തെ ഇല്ലാതാക്കി ചൂട് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്നു. ഈ ആവർത്തിക്കുന്ന ഉഷ്ണതരംഗം ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാറുള്ള ഉഷ്ണതരംഗമാണ്. ഇപ്പോൾ എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചുള്ളത്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ രാത്രികാല താപനില ഇത്രയും ഉയരാൻ 100 മടങ്ങ് സാധ്യത കൂടുതലാണ് എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. യൂറോപ്പിൽ 43 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എത്രമാത്രമെന്ന് നമ്മൾ കാണുകയാണ്. മാത്രവുമല്ല 1500-ലധികം മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ 43 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ എന്തുകൊണ്ട് വ്യത്യസ്തമായി യൂറോപ്പിലെ ചൂട് അനുഭവപ്പെടുന്നു എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. യൂറോപ്പിൽ ശക്തമായ ചൂട് തരംഗം തുടരുന്നതിനിടെ യൂറോപ്പിലെയും ഇന്ത്യയിലെയും താപനില താരതമ്യം ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എക്സ് ഉപയോക്താവായ ഉമേദ് പ്രതാപ് സിംഗ് ഇങ്ങനെ ആണ് ആ പോസ്റ്റിൽ കുറിച്ചിരുന്നത്: യൂറോപ്പിലെ 40 ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിലെ 43 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ വ്യത്യസ്തമാണോ? ഇതിൽ ഇത്രയും കരച്ചിലും പരാതിയുമൊക്കെ എന്തിനാണ്? ഇവിടെ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എത്താറില്ലേ ഈ പോസ്റ്റ് എന്നതായിരുന്നു ആ പോസ്റ്റിലെ ചോദ്യം. അതിനുശേഷം ഈ പോസ്റ്റ് വേഗത്തിൽ വൈറലായി, വലിയ ചർച്ചയായി. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഒരേ താപനില എങ്ങനെയാണ് 2 ഭൂപ്രദേശങ്ങളിൽ വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എലീറ്റ് കെയർ ക്ലിനിക്കിലെ ജനറൽ ഫിസിഷ്യനായ ഡോക്ടർ പല്ലറ്റി ശിവ കാർത്തിക് റെഡ്ഡി പറയുന്നത് ഇങ്ങനെയാണ്: ഏതാണ്ട് 43 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനില ഭൂമിശാസ്ത്രപരമായി എവിടെയായാലും മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത് ഒരുപോലെ ആയിരിക്കും. എന്നാൽ ചുറ്റുപാടിലെ അന്തരീക്ഷം അത് എത്ര അപകടകരമാകണം എന്ന് നിർണ്ണയിക്കും. ഈർപ്പം, നേരിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റിൻ്റെ സ്വഭാവം, രാത്രിയിലെ തണുപ്പ്, നഗരങ്ങളിൽ ചൂട് നിലനിർത്തുന്ന സാഹചര്യം തുടങ്ങിയവ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂടിനെ സ്വാധീനിക്കും എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളും പതിവായി ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നതിനാൽ ജനങ്ങൾ ശാരീരികമായി അതിനോട് ഒരു പരിധിവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യൂറോപ്പിലെ പല പ്രദേശങ്ങളിലും സാധാരണയായി വേനൽക്കാലം തന്നെ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ വളരെ മിതമായ വേനൽക്കാലമാണ് ഉണ്ടാകാറുള്ളത്. പെട്ടെന്നുള്ള ചൂട് തരംഗങ്ങളെ നേരിടാൻ ശരീരത്തിനും മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യവും അതുതന്നെയാണ്. നഗരങ്ങളുടെ രൂപകൽപ്പന നമ്മുടേതുപോലെയല്ല അവിടെ. തണലില്ലാത്ത ഇടങ്ങൾ, ചൂടാഗിരണം ചെയ്യുന്ന കെട്ടിടങ്ങൾ, മോശം വായു സഞ്ചാരം എന്നിവ ഒരേ താപനിലയെ കൂടുതൽ വ്യത്യസ്തമായി അനുഭവിപ്പിക്കാൻ ഇടയാക്കും. യൂറോപ്പിൽ എയർ കണ്ടീഷണറുകളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പല വീടുകളിലും എയർ കണ്ടീഷനുകൾ ഇല്ലാത്തതായിരിക്കും. ചൂട് നിലനിർത്തുന്ന രീതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് അവിടെയുള്ളത്. അവിടെ എപ്പോഴും തണുപ്പ് കാലമായതിനാൽ എങ്ങനെ ചൂട് നിലനിർത്താം എന്ന രീതിയിലാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ അത് ഇരട്ടി പ്രഹരമായി മാറുന്നു. വായുസഞ്ചാരം കുറഞ്ഞ കെട്ടിട നിർമ്മാണ രീതികളാണ് അവർ പിന്തുടർന്നിട്ടുള്ളത്. ഇത് ചൂട് കൂടാൻ ഒരു പ്രധാന കാരണമാണ്. ദീർഘകാലം ശൈത്യകാലം അനുഭവപ്പെടുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ചൂട് നിലനിർത്തുന്നതിനായുള്ള രൂപകൽപ്പനകളാണ് വീട് നിർമ്മാണത്തിലൊക്കെ അവർ പിന്തുടർന്നിരുന്നത്. കട്ടിയുള്ള ഇൻസുലേഷൻ, ചെറിയ ജനാലകൾ, പരിമിതമായ വായുസഞ്ചാരം എന്നിവ കാരണം സൂര്യൻ അസ്തമിച്ച ശേഷവും വീടിനകത്തെ ചൂട് അപകടകരമായ നിലയിൽ അവിടെ തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ വലിയ ദുരിതത്തിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോൾ വളരെ പ്രകടമായ കാലാവസ്ഥാ മാറ്റമാണ് യൂറോപ്പിൽ അനുഭവപ്പെടുന്നത്. അത് അവർക്ക് പരിചിതമല്ലാത്തതാണ്. അതാണ് വലിയ രീതിയിലുള്ള കെടുതികളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്.
അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ആകെ തളർത്തിയിരിക്കുകയാണ്. മനുഷ്യന് ചൂട് സഹിക്കാനാകാതെ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കിടക്കേണ്ടുന്ന അവസ്ഥയാണ്. പല നദികളും തടാകങ്ങളും ഒക്കെ വറ്റി വരണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും അപകടകരമായ നിലയിലുള്ള ഇടങ്ങളിലൊക്കെ മനുഷ്യൻ ചൂട് സഹിക്കവയ്യാതെ എടുത്തു ചാടുകയാണ്. അതും മരണസംഖ്യ ഉയരുന്നതിന് കാരണമാകുന്നു. ഇപ്പോൾ നമ്മൾ അറിയുന്ന ഈ 1500-ലധികം മരണം കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, വലിയ പ്രകടമായ കാലാവസ്ഥാ മാറ്റത്തിലേക്ക് ആ ഭൂഖണ്ഡം തന്നെ മാറുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട്. മാത്രവുമല്ല, ഈ ചൂടിങ്ങനെ അധികരിക്കുകയാണെങ്കിൽ അത് കാട്ടുതീക്ക് ഇടയാക്കും. അത് വലിയ അപകടം, ഇതിനേക്കാൾ വലിയ അപകടം സൃഷ്ടിക്കും എന്ന വലിയ ആശങ്കയും നിലനിൽക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥാ മാറ്റം എങ്ങനെയൊക്കെയാണ് പല മേഖലകളിൽ അനുഭവപ്പെടുന്നത് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ യൂറോപ്പിലെ ഈ കൊടും ചൂട് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.